Good morning, students. Once again, welcome back to social science class. Today we are going to discuss the next portion of this chapter named seasons and time. That is the first portion, that is seasons, we already discussed. What are the seasons, how the seasonal changes takes place, and the apparent movement of the sun, revolution, etc. We already discussed. Here the next portion, time changes. എങ്ങനെയാണ് ടൈം ചേഞ്ചുകൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഹൗ ടു കാൽക്കുലേറ്റ് ടൈം, ഇതൊക്കെയാണ് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, in the ancient period the time was calculated based on the apex position of the sun and the length of the shadow cast by it. അല്ലേ, ഈ സൂര്യനും സൂര്യരശ്മികളും സൂര്യൻ്റെ പ്രകാശത്താൽ ഉണ്ടാകുന്ന നിഴലും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇൻ ദി ആൻഷ്യൻ്റ് പീരീഡ് എന്ത് ചെയ്തിരുന്നത്, ടൈം കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ആൻഡ് അങ്ങനെ നോക്കുമ്പോൾ വെൻ ദി സൺ ഈസ് വെർട്ടിക്കലി എബവ് ദി ഹെഡ് ഓർ ഓവർ ഹെഡ് എന്തായിരിക്കും, ഇറ്റ്സ് നൂൺ, അല്ലേ, ഉച്ചയായിരിക്കും. സൂര്യൻ കുത്തനെ മുകളിലാണെങ്കിൽ അത് ഉച്ച സമയമായിരിക്കും, അതായത് ഷാഡോ ഇല്ലാത്ത സമയം. പിന്നെ ഷാഡോവിൻ്റെ പൊസിഷൻ നോക്കി ഇത്രയായിരിക്കും സമയം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആൻഡ് ദി time estimated at each place based on the position of the sun is termed as local time. ഓരോ പ്രദേശത്തും ടൈം വ്യത്യാസം ഉണ്ടാവും, അല്ലേ. ആ പ്രദേശത്തെ ഒരു പ്രത്യേക പ്രദേശത്തെ സമയം പ്രാദേശികമായി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ആ പ്രദേശത്തെ ലോക്കൽ ടൈം എന്ന് പറയുന്നത്, അല്ലേ. ദി ടൈം എസ്റ്റിമേറ്റഡ് അറ്റ് ഈച്ച് പ്ലേസ്, അല്ലേ. നമ്മുടെ ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു സമയം, ഇന്ത്യയിലെ ഒരു ലോക്കൽ ടൈം ഉണ്ട്. ലോക്കൽ ടൈം ഇന്ത്യയുടെ പൊസിഷനും ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ പൊസിഷനും ഒക്കെ അനുസരിച്ച് ഇന്ത്യക്ക് ഒരു പൊസിഷൻ ഉണ്ട്. അതിനനുസരിച്ച് ഇന്ത്യ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ടൈം, അത് ഇന്ത്യയുടെ ലോക്കൽ ടൈം. അതുപോലെ എല്ലാ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള ലോക്കൽ ടൈം ഉണ്ടാവും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഏതായാലും വാട്ട്സ് ലോക്കൽ ടൈം? ദി ടൈം എസ്റ്റിമേറ്റഡ് അറ്റ് ഈച്ച് പ്ലേസ് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ദി സൺ ഈസ് ടേംഡ് ആസ് local time. And when we are discussing about the seasonal changes, we understood or we studied about revolution of the earth. What's the revolution of the earth? Revolution of the earth, in an elliptical orbit the earth revolves around the sun. അതായത് സൂര്യന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ദീർഘവൃത്താകൃതിയിൽ ഈ എർത്ത് റിവോൾവ് ചെയ്യുന്നു, ചുറ്റുന്നു. ഇതിനെയാണ് റവല്യൂഷൻ എന്ന് പറയുക. ഇവിടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. എന്താ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്? ദിസ് ഈസ് ദി റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. എന്ത് ചെയ്യുന്നു? എർത്ത് റൊട്ടേറ്റ്സ് ഇറ്റ്സ് ആക്സിസ്, അല്ലേ. എപ്പോൾ? വൈൽ ഇറ്റ് റിവോൾവ്സ്. ഇത് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നതിനാണ് എന്ത് പറയാം, റെവല്യൂഷൻ എന്ന് പറയാം. ഈ റെവല്യൂഷൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ എർത്ത് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനാണ് റൊട്ടേഷൻ എന്ന് പറയാം. ഈ എർത്ത് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റവല്യൂഷൻ നടത്തുന്നത്. ആ റവല്യൂഷൻ നടത്തുന്ന സമയത്ത് എർത്ത് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഈ ആക്സിസിൽ ഇങ്ങനെ സ്വയം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയാണ് എന്ത് പറയാം, റൊട്ടേഷൻ എന്ന് പറയാം. ഡ്യൂ ടു ദി റൊട്ടേഷൻ ഒരുപാട് ഫാക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഫാക്റ്റുകൾ ഈ പറഞ്ഞ റൊട്ടേഷനുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ട്. എന്തൊക്കെയാണ് ഈ റൊട്ടേഷനുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഫാക്ട്സുകൾ? ഒന്നാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് എന്താ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ്, ഇങ്ങനെ ഒരു പ്രാവശ്യം ഇവിടെ തുടങ്ങി വീണ്ടും ഇങ്ങനെ തിരിച്ച് ഇവിടെ എത്താൻ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ ഈ എർത്തിന് എത്ര സമയം വേണം? 24 hours വേണം. എന്ന് വെച്ചാൽ 24 hours എന്ന് വെച്ചാൽ 1 day, ഒരു ദിവസം. അപ്പോഴാണ് നൈറ്റും രാത്രി ഡേയും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. മനസ്സിലായല്ലോ. ദെൻ അനദർ ഫാക്ട് ഈസ് ദാറ്റ് ദി എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. പടിഞ്ഞാറ് നിന്ന്
കിഴക്കിലേക്കാണ് എന്ത് ചെയ്യുന്നത്, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് അനദർ ഫാക്ട്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഈസ് ദാറ്റ് എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. വെസ്റ്റ് ടു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സൂര്യരശ്മികൾ ആദ്യം പതിക്കുന്നത് എവിടെയായിരിക്കും? ഈസ്റ്റിലായിരിക്കും അല്ലേ? വെസ്റ്റിൽ നിന്ന് ഇങ്ങനെ വന്ന് ഈസ്റ്റിലാണ് ആദ്യം കിട്ടുന്നത് അല്ലേ? ദി ഫാക്ട്സ് അസോസിയേറ്റഡ് വിത്ത് റൊട്ടേഷൻ ആർ ദി എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം ദി വെസ്റ്റ് ടു ഈസ്റ്റ് ആൻഡ് ദിസ് റൊട്ടേഷൻ ടേക്സ് 24 hours to complete earth takes 24 hours to complete one rotation. And the next fact is, as the earth rotates from the west to east, the sun rises in the east. സൂര്യൻ ഉദിക്കുന്നത് കിഴക്കുദിച്ചു എന്ന് കേട്ടില്ലേ? The sun rises east. അതെന്തുകൊണ്ടാണ്? The earth rotates from west to east ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? Sun rises in the east. These are the facts related to rotation of the earth. These are the 3 facts related to rotation of the earth. Then come to our point. നമുക്ക് സമയം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന ഈ എർത്തിൻ്റെ ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ് കിട്ടണം, നമുക്കതുപോലെ ടൈം ഡിഫറൻസ് കിട്ടണം. ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് സൗദി അറേബ്യയിൽ പിന്നെ 2.5 മണിക്കൂർ പുറകിലാണ്, അല്ലെങ്കിൽ 2.5 മണിക്കൂർ വ്യത്യാസം ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മുടെ ഇന്ത്യയിൽ പകലായിരിക്കുമ്പോൾ അമേരിക്കയിൽ രാത്രിയായിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? എന്താണ് ഇതിൻ്റെ നിദാനമായ വസ്തുത, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹൗ ടു കാൽക്കുലേറ്റ് ദിസ് time difference? First of all, the angular distance of the earth is 360 degree. അത് നമുക്കറിയാം. ഇതിൻ്റെ മൊത്തം ആംഗുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 360 ആണ്, 360 ഡിഗ്രിയാണ് അല്ലേ? അതിനെ നമ്മൾ ഈ പറഞ്ഞ സമയത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. We will get 360 longitudes if you draw one longitude each for each degree. ഈ 360 360 ഡിഗ്രി ആംഗുലർ ഡിസ്റ്റൻസ് ഉള്ള ഈ എർത്തിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സിൽ ഓരോ ഡിഗ്രിക്കും ഈച്ച് 1 ഡിഗ്രിക്കും ഒരു ലോഞ്ചിറ്റ്യൂഡ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ലോഞ്ചിറ്റ്യൂഡ് കിട്ടും? 360 ലോഞ്ചിറ്റ്യൂഡ്സ് കിട്ടും അല്ലേ? കിട്ടും, അത് സ്വാഭാവികമാണ്. ആൻഡ് ദി ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ 360 റൊട്ടേഷൻ ഈസ് 24 hours. ദാറ്റ്സ് എ ഫാക്ട്, വൺ ഓഫ് ദി ഫാക്ട് അസോസിയേറ്റഡ് വിത്ത് റൊട്ടേഷൻ അല്ലേ? ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ 360. വാട്ട് ഇസ് ദി ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് ദി എർത്ത്? Angular distance of the earth is 360 അല്ലേ? ഈ 360 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ എർത്തിന് വേണ്ട സമയം എന്ന് പറയുന്നത് 24 hours ആണ്. 24 hours അല്ലേ? 24 hours. ഇവിടം തുടങ്ങി ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരാൻ വേണ്ട സമയം 24 hours. അപ്പോൾ അതിന് നമ്മൾ നേരെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ 24 hours നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ സമയം എത്രയാണെന്ന് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? when we convert 24 hours into minute, എങ്ങനെ 24 ഹവേഴ്സിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 hour ഈസ് ഈക്വൽ ടു 60 മിനിറ്റ് ആണ് അല്ലേ? അപ്പോൾ 24 ഹവേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? 24 into 60 ഈസ് ഈക്വൽ ടു 1440 1440. ഇതെന്താണ്? ഇത് 24 hours ആണ്. ഇത് മിനിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1440 മിനിറ്റ്സ് ആണ് ഒരു ദിവസത്തിലുള്ളത്. 1440 മിനിറ്റുകൾ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ 360 ഡിഗ്രി അല്ലെങ്കിൽ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. ഒരു ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് റൊട്ടേറ്റ് ചെയ്യാൻ എർത്തിന് ആവശ്യമായ സമയം നമുക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0 1440 0
നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എത്ര കിട്ടും? 4 കിട്ടും. 4 കിട്ടും അല്ലേ? 4 എന്ന് വെച്ചാൽ 360 ഇൻറ്റു 4 അല്ലേ? 24 then 12 plus 2 140. അതായത് എന്ത് കിട്ടും? ഈ 1440 നമ്മൾ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. എന്താണ് ആ 4 എന്ന് പറഞ്ഞാൽ ഒരു 1 ഡിഗ്രി 360 1 ഡിഗ്രി അല്ലെങ്കിൽ ഇത് എർത്തിന് റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ സമയം 4 മിനിറ്റാണ്. മനസ്സിലായി? 4 മിനിറ്റ്. നമ്മൾ ആദ്യം ചെയ്തത് എന്താ? ആദ്യം 24 ഒരു തവണ എർത്തിന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ട സമയം ഈസ് ഈക്വൽ ടു 24 hours 1 day. നമുക്കറിയാം. ആ 24 hours നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1440 മിനിറ്റ് അല്ലേ? ഇഫ് യു ഡ്രോ longitudes in 360 angular distance എന്ത് കിട്ടും? നമുക്ക് 360 കിട്ടും. ഈ 360 1440 ഡിവൈഡ് ചെയ്യുമ്പോൾ 4 മിനിറ്റ് കിട്ടും. വിച്ച് മീൻസ് 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂണൽ ഡിസ്റ്റൻസ് കറങ്ങാൻ ആവശ്യമായ സമയം ഈസ് ഈക്വൽ ടു 4 മിനിറ്റ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇനി നമ്മളതിനെ അങ്ങനെയാണെങ്കിൽ 1 ഹവറിൽ എത്ര ലോഞ്ചിറ്റ്യൂഡനൽ ഡിസ്റ്റൻസ് ഭൂമി കറങ്ങും? എത്ര ലോഞ്ചിറ്റ്യൂഡനൽ ഡിസ്റ്റൻസ് ഭൂമി കറങ്ങും? നമുക്ക് ഈസിയാണ് അല്ലേ? എന്നുവെച്ചാൽ 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂണൽ ഡിസ്റ്റൻസിന് ആവശ്യമായ സമയം ഈസ് ഈക്വൽ ടു 4 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 1 ഹവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 1 ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 60/4 ഈസ് ഈക്വൽ ടു 15. ഈ 15 എന്താ? 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡനൽ ഡിസ്റ്റൻസിന് ആവശ്യമായ സമയം ഈസ് ഈക്വൽ ടു 1 ഹവർ ഓർ 60 മിനിറ്റ്. മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് ഒരു 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡനൽ ഡിസ്റ്റൻസ് ഇങ്ങനെ കറങ്ങാൻ ആവശ്യമായ സമയം ഭൂമിക്ക് എത്ര വേണം? 1 അവർ ആവശ്യമായിട്ട് വരും. അതാണ് നമുക്ക് പിന്നീട് ആവശ്യമായ സംഗതികൾ, ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമായ സംഗതി. 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ഏരിയ ഇൻ ദി എർത്ത് പാസസ് ബൈ സൺ വിതിൻ എ പീരീഡ് ഓഫ് 1 hour. ആസ് ദി എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം ദി വെസ്റ്റ് ടു ഈസ്റ്റ്, ടൈം അഡ്വാൻസസ് ടുവേർഡ്സ് ദി ഈസ്റ്റ് ആൻഡ് റെസീഡ്സ് ടുവേർഡ്സ് ദി വെസ്റ്റ്. ആൻഡ് ലുക്ക് അറ്റ് ദി ഇല്ലസ്ട്രേഷൻ ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. എന്ന് വെച്ചാൽ എന്താ? ആസ് ദി എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം ദി വെസ്റ്റ് ടു ഈസ്റ്റ്, വൺ ഓഫ് ദി ഫാക്ടർ അസോസിയേറ്റഡ് ടു റൊട്ടേഷനുമായി അസോസിയേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി ഫാക്റ്റ് ആണ് എന്ത്? എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. എന്ന് വെച്ചാൽ ഇങ്ങനെ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഈസ്റ്റിലേക്ക് സമയം കൂടും അല്ലേ? ഇവിടെ നിന്ന് വെസ്റ്റിലേക്ക് സമയം റിസീഡ്സ് അല്ലേ, കുറയുകയും ചെയ്യും. It's a fact. And from a definite longitude, the time is estimated to increase by 4 minutes towards the east and decrease for 4 minutes towards the west for every degree of longitude. ഒരു പ്രത്യേക ലോഞ്ചിറ്റ്യൂഡ്, ആ ഒരു ഡെഫിനിറ്റ് ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ നോക്കിയിട്ട് ആ ലോഞ്ചിറ്റ്യൂഡിൽ സപ്പോസ് 10 മണിയാണെന്ന് നമ്മൾ സങ്കല്പിക്കും. 10 AM മോർണിംഗിൽ AM 10 AM ആണ്, 10 AM ആണ് നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഈസ്റ്റിലേക്ക് ഒരു 1 ഡിഗ്രിയിൽ എത്രയായിരിക്കും? 10:04 എന്ന് വെച്ചാൽ 10 മണി 4 മിനിറ്റ് ആയിരിക്കും ഈ പറയുന്ന ഈസ്റ്റിലേക്ക്. ആ പർട്ടിക്കുലർ ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് വെസ്റ്റിലേക്കാണെങ്കിൽ 9:56 9:56 AM ആയിരിക്കും. എന്ന് വെച്ചാൽ 4 മിനിറ്റ് ഓരോ 1 ഡിഗ്രിക്കും എന്ത് ചെയ്യും? കുറയും വെസ്റ്റിലേക്ക്, കൂടും ഈസ്റ്റിലേക്ക്. മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ ഇനി നമുക്കൊരു 1 hour ഡിസ്റ്റൻസ് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 10 AM
ഒരു 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് ഈസ്റ്റിലേക്കാണെങ്കിൽ അവിടെ സമയം എത്രയായിട്ടുണ്ടാവും? 10 AM ആണെങ്കിൽ 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസിന് ആവശ്യമായ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 1 hour ആണ് അല്ലേ? 1 മണിക്കൂറാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ 1 hour എന്ന് പറഞ്ഞാൽ അപ്പോൾ 10 AM ആ പർട്ടിക്കുലർ ലോഞ്ചിറ്റ്യൂഡിൽ 10 AM ആണെങ്കിൽ അവിടുന്ന് 15 ഡിഗ്രി ഈസ്റ്റിലേക്കാണെങ്കിൽ എത്ര സമയമായിട്ടുണ്ടാവും? 11 മണിയായിട്ടുണ്ടാവും. നേരെ മറിച്ച് വെസ്റ്റിലേക്കാണെങ്കിൽ ഇവിടെ എത്രയായിട്ടുണ്ടാവുള്ളൂ? ഇവിടെ 9 മണിയേ ആയിട്ടുണ്ടാവുള്ളൂ. ഒരു മണിക്കൂർ കുറവായിരിക്കും. ദെൻ ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി എന്താണെന്ന് നോക്കാം. ദിസ് ഗ്രീനിച്ച് ടൈം ഓർ GMT ആൻഡ് ദിസ് ടൈം സോണുകളും ഗ്രീനിച്ച് സമയവും എന്താണെന്ന് നോക്കാം. ഗ്ലോബലി ഗ്രീനിച്ച് ടൈമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഏതാണ് ആ ഗ്രീനിച്ച് ടൈം? അല്ലെങ്കിൽ ആ ഒരു ലോഞ്ചിറ്റ്യൂഡിൻ്റെ പ്രത്യേകത എന്താണ്? ദിസ് ഈസ് ദി ഗ്രീനിച്ച് ടൈം. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ദി ഗ്രീനിച്ച് മെറിഡിയൻ. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്താ? ഇവിടെയാണ് ഏകദേശം ഈ പറയുന്ന 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ് ഗ്രീനിച്ച് മെറിഡിയൻ എന്ന് അറിയപ്പെടുന്നത്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ദി ഗ്രീനിച്ച് മെറിഡിയൻ. എന്തുകൊണ്ടാണ് അതിന് ഗ്രീനിച്ച് എന്ന പേര് കിട്ടിയത്? This 0 degree longitude acquires the name from Greenwich. ഗ്രീനിച്ച് എന്ന് പറഞ്ഞാൽ ദി പ്ലേസ് where the Royal British Observatory is situated. അതുകൊണ്ടാണ് അതിനെ ഗ്രീനിച്ച് ലൈൻ എന്ന് പറയും. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് and through which this line passes. This Royal British Observatory situate ചെയ്യുന്ന ഇതിലൂടെയാണ് ഈ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ഗ്രീനിച്ച് മെറിഡിയൻ and time is calculated worldwidely. Time is calculated worldwidely based on this Greenwich line. ഈ ഗ്രീനിച്ച് ലൈനിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോകവ്യാപകമായി സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയും എല്ലാ രാജ്യങ്ങളും ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ കൺസിഡർ ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഗ്രീനിച്ച് മെറിഡിയൻ. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ദി ഗ്രീനിച്ച് മെറിഡിയൻ. ആ മെറിഡിയനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടൈം വേൾഡ് വൈഡ്ലി എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് സോ ദിസ് ലൈൻ ഈസ് ഓൾസോ നോൺ ആസ് പ്രൈം മെറിഡിയൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ ലോകവ്യാപകമായിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ ബേസ് ചെയ്യുന്നത് ഈ ഗ്രീനിച്ച് മെറിഡിയൻ ആയതുകൊണ്ട് തന്നെ ദിസ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് ഓൾസോ കോൾഡ് prime meridian and the local time at the prime meridian is known as Greenwich Mean Time. എല്ലാ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെ ഒരു ലോക്കൽ ടൈം ഉണ്ടാവുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? ആ ഗ്രീനിച്ചിലെ ആ ലോക്കൽ ടൈമിനെ പറയുന്ന പേരാണ് ഗ്രീനിച്ച് മീൻ ടൈം. The local time at the prime meridian, that is Greenwich meridian. അതിനെയാണ് എന്ത് പറയുന്നത്? ഗ്രീനിച്ച് മീൻ ടൈം. Based on the Greenwich mean time meridian, the world is divided into 24 time zones, each with a time difference of 1 hour, and these are known as time zones. മനസ്സിലായല്ലോ? ഈ ഗ്രീനിച്ച് ലോഞ്ചിറ്റ്യൂഡ്, ഗ്രീനിച്ച് രേഖ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തുകൊണ്ട് വേൾഡ് വൈഡ്ലി എന്ത് ചെയ്തിരുന്നത്? 24 സോണുകളാക്കി 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ് ഉള്ള 24 ടൈം സോൺസുകൾ ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതിനെ ബേസ് ചെയ്യുന്നു? ബേസ്ഡ് ഓൺ ദിസ് ഗ്രീനിച്ച് മെറിഡിയൻ ഓർ പ്രൈം മെറിഡിയനെ ബേസ് ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് ഗ്രീനിഷ് ടൈം? എന്താണ് ടൈം സോൺസ്? എന്ന് വെച്ചാൽ സോൺസ് വേൾഡ് വൈഡ്ലി ഡിവൈഡ് 24 സോൺസ് ഈച്ച് വിത്ത് എ ടൈം ഡിഫറൻസ് ഓഫ് 1 hour. ദീസ് ബേസ്ഡ് ഓൺ ഗ്രീനിച്ച് മെറിഡിയൻ ഈസ് നോൺ ആസ് ടൈം സോൺസ്. Then
this is a greenish line and greenish mean time and time zones. Okay, I think you are thorough with this portion, and we're going to conclude today's class. Okay, thank you.